ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബെൽഫാസ്റ്റ് എന്ന നോർത്തേൺ അയർലൻഡ് എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഇവിടെ ബെൽഫാസ്റ്റിൽ നമ്മൾ എത്തി. ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ട് നമുക്കിവിടെ കാണാനുള്ളൊരു സംഭവമാണ് ടൈറ്റാനിക് മ്യൂസിയം. നമ്മളെല്ലാവരും കണ്ട ടൈറ്റാനിക് മൂവിയിലെ ടൈറ്റാനിക് ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ടൈറ്റാനിക് മ്യൂസിയം. ടൈറ്റാനിക് ഷിപ്പിൻ്റെ മോഡലിൽ തന്നെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. രണ്ട് ഭാഗത്തേക്കും ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. 2012 ഇത് സന്ദർശകർക്കായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൽ മ്യൂസിയത്തിന് പുറമെ തന്നെ ഫങ്ഷൻ ഹാളുകളും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ ഉടമകൾ മാരിടൈം ബെൽഫാസ്റ്റാണ്. അതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. നല്ല ഒരു റോയൽ ടിക്കറ്റ് തന്നെയാണ്. പഴയ അന്നത്തെ കാലത്തെ ഷിപ്പിൻ്റെ ടിക്കറ്റിൻ്റെ മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് കയറുകയാണ്. ടൈറ്റാനിക്കിൻ്റെ ഒരു ക്രൂ നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നതാണ്. ആണ് ടൈറ്റാനിക്കിൻ്റെ ലോബി. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറി. ഇവിടെ നിന്നാണ് അങ്ങോട്ടാണ് ടൈറ്റാനിക് എക്സ്പീരിയൻസ് വരുന്നത്. അങ്ങനെ ടൈറ്റാനിക് മ്യൂസിയത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. 1907 ബെൽഫാസ്റ്റിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ബെൽഫാസ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ടൈറ്റാനിക് പോയിരുന്ന റൂട്ടാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന ഷിപ്പാണ്. അതിൻ്റെ ടൈം ക്ലോക്ക്. ടൈറ്റാനിക്കിൻ്റെ എൻജിൻ്റെ പ്രവർത്തന രീതിയൊക്കെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ 4ാം നിലയിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിർമ്മാണത്തിലെ പല ഘട്ടങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും പണം മുടക്കിയ ഏറ്റവും അത്യാഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക്. ഇവിടെ നമ്മളൊരു ചെറിയ ട്രെയിനിൽ കയറിയിട്ട് ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ കയറാനുള്ളൊരു ക്യൂ ആണത്. Sweethearts that e'er I had.
stay. But since it falls into my lot that I should rise and you should not, oh, gently rise and softly come. Good night and God be with you all. So fill to me the parting glass. Good night and God be with you all. അങ്ങനെ രസകരമായിട്ടുള്ള റൈഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും റൈഡിലൂടെ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈമിലുള്ള ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ് ആ റൈഡിന് തരാൻ പറ്റിയത്. കാരണം ആ റൈഡ് തന്നെ ഹൈഡ്രോളിക് ടൈപ്പ് ഒരു ഡിവൈസാണ്. ഹൈഡ്രോളിക് ടൈപ്പ് റൈഡാണ്. അത് പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ലോഞ്ച് ഡേ സമയത്തുള്ള ടിക്കറ്റിൻ്റെ മോഡലാണ് ടൈറ്റാനിക്കിൻ്റെ. ബെൽഫാസ്റ്റിൻ്റെ പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു സ്മാരകം തന്നെ പോർട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ക്ലോക്ക്, ടൈറ്റാനിക്കിൻ്റെ ഒരു ഫുൾ മോഡലുണ്ട് ഇവിടെ. ടൈറ്റാനിക്കിനകത്തുള്ള ഒരു റൂമിൻ്റെ ഒരു മോഡലാണ്. ഇത്രയും ആഡംബരത്തിലായിരുന്നു ആ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിരുന്നത്. അത് ഓരോ പോർട്ടിൽ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ടൈറ്റാനിക്കിലെ ലഞ്ച് മെനു ആണ്. അതിൻ്റെ കോപ്പിയാണ്. ഫസ്റ്റ് ക്ലാസ്സിലുള്ള ലഞ്ച് ആൻഡ് മെനു. ഷിപ്പിലെ സിഗ്നൽ സംവിധാനമാണ്. അപകടത്തിൽ പെടുന്ന സമയത്ത് ഒരയച്ച വിവരങ്ങളാണ്. മെസ്സേജിൻ്റെ ഷോട്ടാണ്. Down the long stairway that led from the boat deck 3 or 4 decks down. Franklin. The ship was now sinking fast, but the crowd on deck was quite calm. Our whole trouble was in getting away as quickly as possible, otherwise our boat would be pulled down with the ship. A bit later, the forward funnel guys carried away, and the rock by അന്ന് ഷിപ്പിലുണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റാണ്. ഇത്രയും ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാതെ ആളുകളുടെ ലിസ്റ്റ്, കണ്ടുകിട്ടിയ ആളുകളുടെ ലിസ്റ്റ് 713 ആളുകളെയാണ് സേവ് ചെയ്യാൻ പറ്റിയത്. 1512 ആളുകൾ നഷ്ടപ്പെട്ടു. മൊത്തം 2225 പാസഞ്ചേഴ്സായിരുന്നു ആ ഒരു ഷിപ്പിലുണ്ടായിരുന്നത്.
ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മധ്യത്തിലാണ് ഈ ഒരു ഷിപ്പ് അപകടത്തിൽപ്പെട്ടത്. അതിലെ ജീവനക്കാരുടെ ചിത്രങ്ങളൊക്കെയാണ്. ഇദ്ദേഹമായിരുന്നു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ, സെക്കൻഡ് ഓഫീസർ. അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐസ്ബർഗിൽ ഇടിക്കുന്ന രംഗങ്ങളാണ്. ആക്സിഡൻറ്റിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സിനിമയിൽ കണ്ട അതേപോലെ തന്നെ ടാനിക് മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം കണ്ടെത്തിയ രീതികളൊക്കെയാണ്. ടൈറ്റാനിക്കിൻ്റെ ഫ്രാങ്ക് സൈഡിൻ്റെ ഒരു മോഡലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ ടൈറ്റാനിക് എന്ന ആ ഒരു ഷിപ്പിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു ടൈറ്റാനിക് മ്യൂസിയത്തിലുണ്ട്. ഇപ്പം കൂടുതലായിട്ടൊന്നും നമുക്കത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ ഇവിടെ വന്ന് നേരിട്ട് തന്നെ കാണുകയാണ് വേണ്ടത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപയോഗിച്ചിരുന്ന രീതി, കൺസ്ട്രക്ഷൻ മെത്തേഡുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ടൈറ്റാനിക് മ്യൂസിയം കാണുക എന്നുള്ളത്. ടൈറ്റാനിക് സിനിമ കണ്ടത് മുതലൊക്കെ തന്നെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു മ്യൂസിയം അത് നിർമ്മിച്ച സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടൂറായിരുന്നു അത്. ബെൽഫാസ്റ്റിലെ പോർട്ട് ഏരിയ ആണിത്. ഇവിടെയാണ് ഈ ടൈറ്റാനിക്കിൻ്റെ ബിൽഡിംഗ് ഉള്ളത്. ആണ് ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച. 4 ഭാഗത്തേക്കും ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെയാണ് ഡിസൈൻ. തൊട്ടടുത്ത് തന്നെ ടൈറ്റാനിക് ഹൗസ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണെന്ന് തോന്നുന്നു. ബിൽഡിങ്ങിൻ്റെ 4 സൈഡും രസകരമാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ മറ്റേ ഈസ്റ്റ് സൈഡാണ് ഈ ബിൽഡിങ്ങിൻ്റെ. ടൈറ്റാനിക്കിൻ്റെ ചരിത്രം, ഇവിടുത്തെ ഷിപ്പ് യാർഡിൻ്റെ ചരിത്രം ഒക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.